വേദിയിലേക്ക് ശ്രീമതി അഞ്ജു കറിയ എത്തിയിരിക്കുകയാണ്. അമ്മച്ചി ആണ്ടെ റെഡിയായി. അമ്മച്ചി സാരിയൊക്കെ കൊടുത്ത് നാടൻ അമ്മച്ചിയായി ബർത്ത്ഡേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി. ഇത് ഒരു വിധത്തിൽ ഉടുപ്പ് വിട്ട് മുടിയും കെട്ടി ആ ഓടുന്നു. ആരെങ്കിലും കാര്യമായിട്ട് പ്രേമിക്കുന്നുണ്ടായിരിക്കും. നല്ല ചെറിയ മഞ്ഞാണ് കേട്ടോ, മഞ്ഞിൽ കോടമഞ്ഞ്. 7 മണിയായി. ഇപ്പോൾ പണിക്കാർ വരും. സൈഡിൽ ഗേറ്റൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. താഴോട്ട് ഒരുപാട് വീട് വരുന്നുണ്ട്. രാവിലെ 5 മണി വിളിക്കാൻ പോവാണ്. ഫ്രണ്ടിലത്തെ വീടിൻ്റെ ഫ്രണ്ടിൽ പുല്ലൊക്കെ ഇട്ട് കുറച്ച് സെറ്റാക്കേണ്ട ഇന്ന് വേസ്റ്റ് എടുക്കുന്ന ദിവസമാണ്, റീസൈക്കിളിൻ്റെ. അമ്മയെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരാൾ നിൽക്കുന്നത്. ഞാൻ ഓടിയതാ ഇവിടുന്ന്. ആ അച്ചാച്ചൻ അച്ചാച്ചൻ കഴിക്കുമെന്ന് തോന്നുന്നു, കഴിച്ചെന്ന് തോന്നുന്നു. അച്ചാച്ചൻ ഉള്ള സമയം TV കാണാനുള്ള പരിപാടിയാണ്. ആരാ നിൽക്കുന്നേ? ഞാനാണോ? എവിടെ പോവോ സ്റ്റാർ? അമ്മയുടെ ഷൂ ഒക്കെ എടുത്തിട്ട് നൈസായിട്ട് നടക്കുകയാണ് കേട്ടോ. ജോസ് പ്രകാശിന്റെ കോട്ടും അടിപൊളി ആയിട്ടുണ്ട്. അതുകൊണ്ട് കളയട്ടെ, വേസ്റ്റ് കൊണ്ട് കളച്ചല്ലേ. മമ്മിയുടെ പൂരി ഉണ്ടാക്കി. പൂരി മുട്ടക്കറി, ഇന്നലത്തെ മുട്ടക്കറി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഇന്ന് 5 ഡ്യൂട്ടി ഇല്ല, എനിക്ക് ഓഫാണ്. ഇന്ന് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകണം. അപ്പൊ ഇനിയിപ്പോ നമ്മള് പിന്നെന്തുകൊണ്ട് പിന്നെ നാട്ടില് ഇപ്പം ഇലക്ഷന്റെ ചൂടാണ്. അമ്മി നാട്ടിലുണ്ടായിരുന്ന ഇപ്പൊ ഇലക്ഷന്റെ പുറകെ നടക്കട്ടെ. ഇലക്ഷന്റെ പുറകെ നടക്കുന്നില്ല, വാർത്തകളൊക്കെ കേട്ടെ. നമ്മള് വാർത്തകൾ കേൾക്കുന്നതാണല്ലോ മെയിനായിട്ട്. ചുറ്റുപാട് എന്ത് നടക്കുന്നുള്ളത് എന്നുള്ളത് നമ്മള് വീക്ഷിക്കണമല്ലോ. നമ്മുടെ അമ്മച്ചിയുടെ ഒരു വോട്ട് പോയി. 8-ാം തീയതി 9-ാം തീയതി. ഞാനും ഒരു പ്രാവശ്യം കൊണ്ട് വോട്ട് ചെയ്തിട്ടുള്ളൂ. ഭയങ്കര വിഷമമായിപ്പോ വോട്ട് പോയത്. പ്രാവശ്യം നമ്മൾ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയും പിന്നെ ബാലഗോപാലൻ പിന്നെ ഐഷ പോറ്റി. അതും ഇങ്ങോട്ട് മാറി, കമ്മ്യൂണിസ്റ്റ് മാറി. ഇപ്പം LDF മാറി, ഇപ്പം UDF-ലോട്ട് കയറി. BJP ആരാ അവിടെ? മറ്റേ രശ്മി അല്ലല്ല, രശ്മി. കൊട്ടാരക്കര. പിന്നെ തൊട്ടടുത്തുള്ളത് പത്തനാപുരം. അവിടെ ചാമക്കാലയും നമ്മുടെ ഗണേഷ് കുമാറും ജ്യോതികുമാർ ചാമക്കല. പാർട്ടിക്കാരിയൊന്നും അറിയത്തില്ല. ഒരു ഓട്ട ഇട്ടുള്ളൂ ആരും. അത് മറ്റേ ID കാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോ അന്നേരം നാട്ടിലുണ്ടായിരുന്നപ്പോ കൊണ്ടുവന്ന് വോട്ട് ഇട്ടു. തോന്നിയതിനെ കൊണ്ടുവന്ന് ഉദ്ദേശം വന്നു. നല്ല കാര്യം. അപ്പനെ തട്ടി ഒതുക്കി ചരിച്ചു വെച്ചേക്ക് കേട്ടാ. ആര് ജയിച്ചാലും നാടിന് നന്മ ചെയ്യട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തേക്ക് ഇരുത്ത്, കഴിക്കാൻ പറ്റിയല്ലേ? കുഴപ്പമില്ല. ആര് ജയിച്ചാലും അവര് നാടിന് നന്മ ചെയ്യണം, അല്ലെങ്കിൽ നല്ല സ്ഥാനാർത്ഥികൾ, നാടിന് നന്മ ചെയ്യുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടാവണമെന്നുള്ളതാണ്. ഡാഡിക്ക് ഒന്ന് മസാജ് ചെയ്ത തല ഒന്നും മസാജ് ചെയ്യടി. ലാലേട്ടനെ ഒന്ന് കാണിച്ചേ. മോഹൻലാൽ ചരിഞ്ഞ്. മമ്മൂക്കന്ന് കാണിച്ചേ. സുരേഷ് ഗോപി കാണിച്ചേ. സുരേഷ് ഏട്ടനെ കാണി. സുരേഷ് ഏട്ടൻ
ഒരാള് സ്ലൈഡ് കൊടുത്താൻ വരുന്നുണ്ട്. അതാ കയറിയിരിക്കുന്നു. അവിടെ കൂടി ഈ പാത്രം വെച്ചിട്ടില്ല, അവളുടെ ആടിയെ എടുക്കാൻ പോയേക്കും. കണ്ണിക്കുത്തല്ലേ? എടി കുഞ്ഞെ ഉടുപ്പിട്ട് കുഞ്ഞെ. ഉടുപ്പ് കൊടുത്തില്ല, ഉടുപ്പ് ഊരി കളഞ്ഞിട്ടുള്ള ഓട്ടോ. ഉടുപ്പ് അലർജിയാക്കും. ഒരു വിധത്തിൽ ഉടുപ്പ് വിട്ട് മുടിയും കെട്ടി അതാ ഓടുന്നു. കിട്ടത്തില്ല. ഞാ മുന്തിന്റെ മുന്തി അമ്മച്ചി എനിക്ക് ഇവിടെ ചായ കൊണ്ട് തന്നിട്ടുണ്ട്. വിളിക്കാൻ പോരാ, അങ്ങനെ പറഞ്ഞാ മുടി കെട്ടിയേ ഒരുങ്ങി. പതുക്കെ പതുക്കെ. ഇല്ല ഇല്ല, ആരും കണ്ടില്ല, എഴുന്നേറ്റോ. അമ്മച്ചി ചൂടാന്ന് പറഞ്ഞപ്പോഴാ കെട്ടിയേ. ആ കുഴപ്പമില്ല, എങ്ങനെങ്കിലും ഒന്ന് കെട്ടണ്ടേ. ആ പോട്ടെ, അത് പോട്ടെ. നേരം ഒരു ചായ ടൈമാണ്. അഞ്ചു നല്ല കടുപ്പാത്തിയിൽ ഒരു ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നു. മോളിരാജനൊരു കോഫിയൊക്കെ ഇട്ട് കൊടുത്തു. പാല. ആ ഓക്കെ. മമ്മിക്ക് കടുപ്പം ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അഞ്ചൂസ് കറി ഇതായിരിക്കും തലവേദനയായിട്ട്. ഇവിടെ കൊഴുക്കട്ട ആയിരുന്നു, കൊഴുക്കട്ട ചൂടാക്കിയിരിക്കുക. ആ ഫ്രോസണാ. ഒരാള് പാല് കൊടുക്കുന്നു. ചേട്ടച്ചൻ ഇവിടെ രണ്ടുപേര് ബേളുണ്ടാക്കാതെ. അതെ വാവ ഒന്നും എടുക്കാൻ ഒക്കത്തില്ല. കൊള്ളാം. കുഞ്ഞേ അത് വേണ്ടത്. സ്പൈഡർമാൻ കുഞ്ഞുമാവ. ഇപ്പൊ നമ്മുടെ ജോബിനൊക്കെ വരും ഇങ്ങോട്ട്. ജോബിന് നവ്യൊക്കെ ഇവിടെ. ജോബിന് നവ്യെ നൂനു എത്തിയിരിക്കുകയാണ്. ഇവിടെ കുഞ്ഞുമണി നാട് ഇവിടെ എല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട്. കുഞ്ഞുമണി ശുങ്കു. നൂനു ഒരു ഹായ് പറഞ്ഞേ. ആ ഇവിടെ കളിക്ക് വാ. ഞങ്ങള് കുറച്ച് കബാബൊക്കെ മേടിച്ചിട്ട് വന്നു. ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അത് പാനീയം, ജസ്റ്റ് പാനീയം. ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ ഇവിടെ നിവ്യ ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കാൻ പഠിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നിവ്യ ഉണ്ടാക്കിയ ഇടിയപ്പമാണ് സൈഡിൽ ഇരിക്കുന്നത്. ഇത് ചിരട്ടയപ്പോ. ചെല്ലേ പോയി കളി. കുഞ്ഞുവിന്റെ മുഖത്തിരിക്കുന്നു പാപ്പ തിന്നത്. മോൻ കഴിവ്. ഭയങ്കര അനുസരണ കേട്ടോ. ആണ്ടെ ജോബിനും ന്യൂനും ഇതാ നിൽക്കുന്നു. ന്യൂനുവേ ഒങ്ങിയായിരുന്നോ? ആ ന്യൂനിന് ഈ സൗണ്ട് ഇഷ്ടമല്ല. പേജിലേക്ക് ശ്രീമതി അഞ്ജു കറിയ എത്തിയിരിക്കുകയാണ്. ഞാൻ അഞ്ജു ശുങ്കുനോട് പറഞ്ഞു വിട്ട് അമ്മയോട് 10 മണിയായെന്ന് പറയാൻ. ഞാൻ ഓൾറെഡി എഴുന്നേറ്റ് കിടക്കാണ്. എന്റെ വിചാരം അവരൊക്കെ പതുക്കില്ലേ എഴുന്നേക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ മടി പിടിച്ച് കിടന്നു. നീ കുഴപ്പമില്ലടി മോളെ, നീ കിടന്നോടി. ആരോഗ്യമൊന്നും ഇല്ലടേ, ഒന്ന് ക്ഷമിക്കടേ. എല്ലാരും ഉള്ളപ്പോഴല്ലേടെ ഇച്ചേരം കിടക്കത്തുള്ളൂ. കിടക്കടേ. ഇവിടെ പാലാ.
ചായക്ക് ചായ 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 ഇടിയപ്പം, ചായ കടലാക്രമണം മമ്മി ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ കറി അതാണ് ഇന്ന് സ്പെഷ്യൽ. എന്തോ സ്പെഷ്യൽ ആണത്. നമ്മള് എന്ന് സ്പെഷ്യൽ അല്ലേ? രാവിലെ ഇടിയപ്പവും കടലയും ചായ. കുഞ്ഞുമണി എന്റെ കൈ കയറിയിരിക്കുകയാണ്. ഇവിടെ മുടി വെട്ടുന്ന ചർച്ചയാണ്. 5 രൂപ മുടി വെട്ടണം, നിവ്യക്ക് മുടി വെട്ടണം, കുഞ്ഞുമണിക്ക് മുടി വെട്ടണം. കുഞ്ഞുമണിയുടെ മുടി വെട്ടണം. എന്റെ മുടി ഫുള്ള് ഊരി ഊരി കണ്ടോ? കണ്ടോ? ചേച്ചി കൈ കാണിച്ചേ. ഇപ്പൊ ഞാൻ വെറുതെ മുടിയിലൊന്ന് വലിച്ചതാ. ഈ സെയിം ആണ് എന്റെ മുടിയും. മൊത്തം മുടിയാണ്. അപ്പൊ ഞാൻ ഓർത്ത് വെറുതെ ഈ കാല് പോലെ വെച്ചോണ്ടിരിക്കണല്ലോ. മുടി അവിടെ ആ മുറി മൊത്തം മുടിയാ. ഈ ചൂല വരും. ഞാൻ രാവിലെ മൊത്തം നേരത്തെ റൂമിൽ നിന്ന് മൊത്തം മുടി എടുക്കുവായിരുന്നു. അതിങ്ങനെ തൂക്കും വെച്ച് തൂക്കും. കുഞ്ഞമ്മി ഇപ്പൊ മോള് കരയും. കുഞ്ഞമ്മിയാണ് ഇങ്ങനത്തെ സൗണ്ട് കുഴപ്പമില്ല. കുഞ്ഞുമണി അവിടെ നിന്ന് പണി. കൈപ്പഞ്ചാരിന്റെ മുടി വെട്ടണോ? ഇനി ഇല്ല, ഇനി തല മുടിയെല്ലാം തീർന്നു. പണ്ട് എന്തോരം മുടി ഉണ്ടായിരുന്ന ആളാ. മുടിയെല്ലാം പോയി. ഇതുപോലെ സുബുന്റെ കൂട്ട് ഞാൻ ചുരുട്ടി വെച്ചിരുന്നേ അമ്മേ. മൊത്തം ചുരുണ്ടുപോയി. 3 പേരുടെയും മുടി ഇങ്ങനെ എണ്ണ വരട്ടി കുളിപ്പിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി വെക്കും. നുന്നുവിന്റെയും ചെറുപ്പത്തിൽ ചുരുണ്ട മുടിയല്ലായിരുന്നു. എന്നിട്ട് പിന്നെ വെട്ടിക്കഴിഞ്ഞപ്പോ ഈ കോല മുടിയായിരുന്നു. ഇവളുടെ ഇവിടെയൊക്കെ വെട്ടി കളഞ്ഞു. കട്ടി ഉണ്ടായിരുന്നേ. അപ്പൊ ഇവിടെയൊക്കെ അവര് വെട്ടി കളഞ്ഞു. കുഞ്ഞുമണിയാണ് പാല് കൊടുക്കുന്നത്. കുഞ്ഞുനേക്കാളും മൂത്തതാണ്. അതെ, കുഞ്ഞുണീനേക്കാളും കുഞ്ഞുമണി തോണ്ട അവിടെ കൊലുസിട്ട് കൊടുക്കുന്നുണ്ട്. നുനു ഉറങ്ങുന്ന സമയമായി. കിളി പോയിട്ടിരിക്കുന്നു. സാന്ദ്രയെ കിട്ടി. ആരെങ്കിലും കാര്യമായിട്ട് പ്രേമിക്കുന്നുണ്ടായിരിക്കും. ഗൂഗിൾ അടിച്ചൊക്കെ വലിയ എന്തൊരു അസുഖം പറയും. ChatGPT അഞ്ജുവിന്റെ മുഖത്ത് എന്താണ് കുരു? മറ്റേ മുകേഷ് ചത്ത് അല്ല, എനിക്ക് പൊതുവെ അങ്ങനെ മുഖക്കുരു വരാറില്ല. അപ്പൊ ഇങ്ങനെ തടഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു എന്റെ ദൈവമേ മുഖത്ത് ഫുള്ള് കുരു വന്നല്ലോ എന്ന്. പ്രേമക്കുരു ആണ്. പ്രേമക്കുരു അല്ലേ ഇത്? ടാറ്റ പറ. ടാറ്റ. നുനു ഒക്കെ പോവാണ്. വണ്ടി കയറുന്നു. കുഞ്ഞുമണി വണ്ടി കയറുന്നു. കുഞ്ഞുമി ടാറ്റ കൊടുത്തേക്ക് പോവാന്ന് ടാറ്റ. കുഞ്ഞുമണി പോവാന്ന്. എന്നെ അവിടെ കൊണ്ടുപോകണമെന്ന്. അമ്മ അവിടെ ഇരിക്കാൻ എന്നോട്. നുന്നു പോയപ്പോ നുന്നു എന്ന് പറഞ്ഞിരുന്ന കരയുക. കരയുണ്ട്. മഴ പെയ്ത് തോന്നുന്ന പോലെ അല്ലേ? ആരിലൊക്കെ വരുമ്പോഴേ നമുക്കൊരു സന്തോഷം. രസമായിരുന്നു. ഇനിയിപ്പം കുറച്ച് പരിപാടിയുണ്ട്. ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയാണ്. അപ്പം പോയിട്ട് ഇച്ചിരി ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം. വൈകുന്നേരം അവിടെ പോകണം. അതിൻ്റെ പരിപാടിയാണ്. ബർത്ത്ഡേ പാർട്ടി, 1ാമത്തെ ബർത്ത്ഡേയാണ് തിരുവനന്തപുരത്തിൻ്റെ. നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, രഞ്ജിത്ത് ശ്രീവാണ്ട്രം. അവൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇവിടുന്ന് വൈകുന്നേരം ഞങ്ങൾ ടാക്സി വിളിച്ച് പോവും. ഇവിടുന്ന് ഒരു അരമണിക്കൂറുണ്ട്. ടാക്സി വിളിച്ചിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോയിട്ട് ലിക്കറൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വണ്ടി പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നൈസായിട്ട് ടാക്സി വിളിച്ച് പോകാൻ വിചാരിച്ചു. അഞ്ചു ഇവിടെ എന്തുകൊണ്ടാക്കുന്ന അഞ്ചു? കുഞ്ഞുമണിക്ക് ഇച്ചിരി കുഞ്ഞുമണിക്ക് പാസ്ത. അഞ്ച് ബ്രോക്കലി പാസ്ത. അതിൻ്റെ കൂടെ സൂപ്പ് ഉണ്ടാക്കി. സൂപ്പ് ഉണ്ടാക്കിയല്ല, ബ്രോക്കലി സൂപ്പ് ഉണ്ടാക്കാൻ എടുത്തത്. പിന്നെ ഓർത്തൊന്ന് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പാസ്തക്ക് എടുത്തു. ബാക്കിയുള്ള സൂപ്പ് ഒക്കെ വെച്ചിട്ട്
വലിയവർക്ക് സൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്രോക്കോളിയും ഉണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ട അത് പാസ്ത ഇട്ട് ചീസും ചേർത്ത് സെറ്റ് ചെയ്യും. നമ്മളങ്ങനെ ടെസ്കോയിൽ തെണ്ടി തിരിയാൻ വന്നതാണ്. കുഞ്ഞുണ്ണിയുടെ പാമ്പറൊക്കെ തീർന്നു, പാമ്പറൊക്കെ വേണം വന്നതാണ്. അത് വേണോ? കുഞ്ഞുമണി ദാണ്ടെ എവിടെ പോ കുഞ്ഞുമണി? കല്യാണത്തിന് പോവണോ? ആരുടെ കല്യാണത്തിനാ? കാശിയുടെ കല്യാണത്തിന് പോവാന്നോ? നമ്മള് ബർത്ത്ഡേക്ക് പോവാടി. കണ്ണൂന്റെ ബർത്ത്ഡേക്ക് പോവാന്ന് പറ. കണ്ണൂന്റെ ബർത്ത്ഡേക്കാ പോണെന്ന് പറ. ഓട്ടോ കളി കളി കളി. ആദ്യം ഇട്ട ഉടുപ്പാ അത്. കുഞ്ഞമ്മയുടെ ഫസ്റ്റ് ഉടുപ്പാണ്. ഞാൻ എടുത്ത് സൂക്ഷിച്ചു. ആദ്യം നമ്മൾ ഫസ്റ്റ് ആദ്യമായി വേണ്ടി മേടിച്ചു ഉടുപ്പാ. അത് വലിച്ചു കയറ്റിട്ടേക്കും. പവാട പോലെ എടുത്തിട്ടേക്കുന്നു. അത് ആ ഒരു സാധനം ഫ്രെയിം ചെയ്ത് വെക്കണം. നമ്മുടെ കുഞ്ഞുമണി മുത്ത് ഇവിടെ റെഡി ആയിരിക്കാണ്. ഇങ്ങോട്ട് ഓടി വന്നേ. മുടിയൊക്കെ കെട്ടി സുന്ദരിയായി സുന്ദരിയായി. കുറെ പാർട്ടിക്ക് പോകാൻ റെഡിയായി ഈ ഏട്ടോ. അതെ ഒരാള് പുറത്തോടെ ഇറങ്ങി കാറിനകത്തോട്ട് ചാടിയും കയറുക. ചുങ്കു റെഡിയായി. അമ്മച്ചി ആണ്ടെ റെഡിയായി. അമ്മച്ചി സാരിയൊക്കെ കൊടുത്ത് നാടൻ അമ്മച്ചിയായി ബർത്ത്ഡേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി. അതുകൊണ്ട് കുഞ്ഞുമണിയും ചുങ്കും പിള്ളേരൊക്കെ ഭയങ്കര രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ദീപിച്ചേട്ടനും രാജുവൊക്കെ ഉണ്ട് അവിടെ. ദീപിച്ചേട്ടൻ നല്ലവിടെ ഒരു കോക്ടെയിലൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി. അടിപൊളി നല്ല വൈബായിരുന്നു കേട്ടോ. എല്ലാവരോടും ഒന്ന് ഒത്തൊരുമിച്ച് കൂടി. കുഞ്ഞിൻ്റെ പേര് വാഗ്മി എന്നാണ്. അവിടെ കുഞ്ഞുമണി അങ്ങ് ആഘോഷിക്കുമായിരുന്നു. കിട്ടിയ ചാൻസുകൾ മുതലാക്കി അടിച്ച് പൊളിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ശുങ്കു തൊട്ടടുത്ത് തന്നെ ഫുഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഗുലാബ് ജാമ്, കേക്ക്, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറിയും മട്ടൻ സ്റ്റൂവും അപ്പവും നമ്മുടെ ചിക്കൻ 65 കട്ട്ലേറ്റും അങ്ങനെ ഒരുവിധം സാധനങ്ങൾ അടിപൊളിയായി. തിരുവനന്തപുരം പ്രൊഫസർ തിരുവനന്തപുരമായി. ഹാപ്പി ബർത്ത്ഡേ. ഇപ്പം നടക്കാൻ പോകുന്നത് ഇനി കേക്ക് മുറിക്കൽ പരിപാടിയാണ്. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. നല്ല എല്ലാവർക്കും അത്യാവശ്യം ഈ ഹോളും അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. അവിടെ DJയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുമണിയുടെ ബർത്ത്ഡേ നടത്തിയ ആ ടീംസ് തന്നെയാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം അവർ ഫാമിലിയായിട്ട് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ച് സന്തോഷമായിട്ട് എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേന് വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഓളമായിരുന്നു. സൈനിക